നമ്മളെ ശരീരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു അവയവമുണ്ട്. എന്താണെന്നറിയോ? അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു അടിപൊളി സാധനമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇത്ര കാലം എങ്ങനെയാണോ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ കാണാം അതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, പ്രഭാകരൻ സാറ്. ഞാൻ പ്രഭാകരേട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 27 വർഷം വിദേശത്ത് ജോലി ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എന്തായിരുന്നു അതിൻ്റെ ഒരു ഇത്? നമ്മളൊരു യാതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മുടെ സമൂഹത്തിനും കൂടി ഗുണമുള്ളതായിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ അജ്ഞതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അതാണ് നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും, അതിൽ നിന്നാണ് എല്ലാവരും എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. ഒരു 10-24 വർഷത്തിന് മുമ്പ് ഞാനൊരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ യൂറോപ്യൻ പതിപ്പും ഇന്ത്യൻ പതിപ്പും ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പറഞ്ഞു വന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ കാര്യമാണ് കേട്ടോ. സംഗതി സാറിന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അല്ലേ? അതിലേക്കാണ് നമ്മൾ ഇനി പോണത്. എഡിനോറയ്ക്ക് 3 വേരിയന്റ് ആണുള്ളത്. ഒന്ന് എഡിനോറ കിഡ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മിക്കവാറും ടൂത്ത് പേസ്റ്റ് വിഴുങ്ങും. അപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വിഴുങ്ങിയാൽ കുഴപ്പമില്ലാത്തൊരു ടൂത്ത് പേസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ കിഡ്സ്, നമ്മൾ ആരും കൺസിഡർ ചെയ്യാത്ത, എനിക്ക് ആ മാതാപിതാക്കളോടും ആ കുട്ടികളോടും പ്രത്യേക വാത്സല്യമാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റാണ് കിഡ്സ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഡിനോറ സെൻസിപ്രയാണ്. മിനിയാന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള മിസ്റ്റർ ഹംസ ഇവിടെ വന്നു. നമ്മുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് എന്നെ പരിചയപ്പെടുത്തി. മലപ്പുറത്തുള്ള ഹംസയാണ്. ഞാൻ നിങ്ങൾ എന്തിനാ മലപ്പുറത്ത് ഇങ്ങനെ വന്ന മനുഷ്യ ഈ റമദാൻ പീരീഡിൽ? ഞാൻ അയച്ചു തരില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല സാർ, ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ എവിടെ? അത് RCCയിലാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് പാവം 1.5 വർഷമായിട്ട് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നത്, മറ്റു സ്ത്രീകളൊന്നുമില്ല, അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹമായിരുന്നെങ്കിലോ ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിന് 40-45 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2 കൊല്ലം കൊണ്ടായി നാട്ടിൽ തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ അസുഖം വന്നു. അപ്പം അന്ന് തൊട്ടേ അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അവിടെയാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം. ഇവിടെ സ്ത്രീകൾക്ക് കുഴപ്പമില്ലെങ്കിൽ തന്നെ കളഞ്ഞിട്ട് പോയി വേറെ കല്യാണം കഴിക്കുന്നവരാണ് പല ആൾക്കാരും. അത് ഇന്നാരെന്നൊന്നുമില്ല, പല ആൾക്കാരും. ആ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പേസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഉപയോഗിക്കാൻ പറ്റുക, മറ്റു പേസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്കത് കേട്ടപ്പോൾ നമ്മളത് ചെയ്തത് ഒരു വലിയ ഒരു കാര്യം. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുള്ള പേസ്റ്റാണ് ഇത്. അപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്ക് ഉപയോഗിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നത്. പിന്നെ ക്യാൻസർ പേഷ്യന്റിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടില്ല കേട്ടോ. അത് വലിയ പ്രൊസീജിയറാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് വാങ്ങിയിട്ട് അവർക്ക് ഉപയോഗമുണ്ടോ എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. 10-9 പേർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്. എഡിനോറ സെൻസിപ്രോ എസ്പെഷ്യലി അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് പൂർണ്ണമാക്കുക, അതായത് വരുന്ന മുറിവുകളൊക്കെ ഇല്ലാതാക്കുക. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഉമിനീർ ഉൽപ്പാദനം കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ ഫംഗസിൻ്റെ ആക്രമണം കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മുടെ ക്യാൻസറസ് പേഷ്യൻറ്റിന് എന്താ സംഭവിക്കുന്നത്? അവർക്ക് കീമോതെറാപ്പി മറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഈ ഫംഗസിൻ്റെ അതിപ്രസരം കൊണ്ടാണ് അവിടെ ചെറിയ മുറിവുകൾ വരുന്നത്. അപ്പോൾ വൂണ്ട് ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള, അത് ഡയബറ്റിക് ആയാലും ശരി, ഈ തരത്തിലുള്ളവരായാലും ശരി, മറ്റ് മോണയിലും മറ്റ് രോഗങ്ങളോ മറ്റോ ഉള്ളവരായാലും ശരി, അവർക്കൊക്കെ തന്നെ ഇത് വളരെ ഫലപ്രദമായൊരു ഒരുപാട് ഉപകാരമുണ്ട്. പ്രത്യേകം വീഡിയോ കാണുന്നവർ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ഡയബറ്റിക്സ് പേഷ്യൻ്റ് ഉള്ള സമൂഹമാണ് ഇപ്പം നമ്മളെ, അല്ലേ? അതുവഴി അതിന് പ്രൊട്ടക്ട് ചെയ്യാം. പ്രൈം എന്ന് പറഞ്ഞാൽ 14 വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ടൂത്ത് പേസ്റ്റ് ആണ് എഡിനോറ പ്രൈം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടാണ് പല്ല്. അത് ഏറ്റവും സ്ട്രോങ് ആയൊരു സാധനമാണ്. ഈ സ്ട്രോങ് ആയ സാധനം എങ്ങനെയാണ് കേടുവരുത്തുന്നത്? അതുകൊണ്ട് എന്തോരം പ്രശ്നങ്ങളാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്നത്, ഇത് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു മൊത്തത്തിലുള്ള ഒരു ഓറൽ കെയർ സൊല്യൂഷനാണ് എഡിനോറ. എല്ലാവരും പറയാണ് ആയുർവേദിക് ആണ്, ഞങ്ങൾ 100% നാച്ചുറൽ ആണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉണ്ടാവുമല്ലോ. എഡിനോറയും പറയുന്നുണ്ട്
അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അതിനുള്ള ആൻസർ മിസ്റ്റർ ഹക്കീം തന്നെ നേരത്തെ പറഞ്ഞു. താങ്കൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെ എന്ത് ചേർന്നിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ അങ്ങനെ പറയുന്ന സാധനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ ആൾക്കാർ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റ്, സോർബിറ്റോൾ, സോഡിയം ലൈറൽ സൾഫേറ്റ്, ട്രൈക്ലോസൻ തുടങ്ങിയ യാതൊരുവിധ സാധനങ്ങളും കാണില്ല. അപ്പം നിങ്ങൾ ഈ ആയുർവേദമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആ സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു എഡിനോരെ വാങ്ങിക്കുക, ഒരു സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന വാങ്ങിച്ചിട്ട് രണ്ടും വായിച്ച് നോക്കുക, കണ്ണ് തുറക്കുക എന്നുള്ളതാണ് അല്ലേ എന്നോടടക്കം പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാക്യകത്ത് ഒരുപാട് ഫ്രണ്ട്ലിയും ന്യൂട്രലും ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്, ചെറിയ ജീവികൾ. ആ ചെറിയ ജീവികളില്ലാണ്ട് നമുക്ക് ജീവിതമില്ല. നമ്മുടെ ശരീരത്തിലും മൊത്തം ഈ ജീവികളുണ്ട്. അപ്പോൾ ഈ ജീവികളെ മുഴുവൻ കൊന്നു തള്ളുന്ന, കാരണം നിങ്ങൾ പേസ്റ്റുകളുടെ പരസ്യങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, കിൽസ് 99.9% ജെയിംസ്. അപ്പോൾ ഈ ജെയിംസിനെ മാത്രം കൊല്ലാനായിട്ടൊരു ടെക്നോളജി ഇല്ല, മനസ്സിലായി? ഇപ്പൊ ഞാനും നിങ്ങളും കൂടെ ഇവിടെ ഇരിക്കുന്ന ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ചത്തു പോകും. ഒരാൾക്ക് മാത്രമുള്ള ബോംബില്ല, ഒരാൾ മാത്രമുള്ള ഒരു ബോംബില്ല. മാക്സിമം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം, നമുക്ക് ആവശ്യമുള്ള സാധനമുണ്ട് നമ്മുടെ വായനകത്ത്. ഒരുപാട് ആവശ്യമില്ലാത്തത് 1% താഴെ ഉള്ളൂ, ബാക്കി മുഴുവനും പറഞ്ഞാൽ ആവശ്യമുള്ളതാണ്. എത്ര ഉണ്ടാവും ഏകദേശം ഒരു കണക്കുണ്ട്? അതൊരു കണക്ക് ഓരോരുത്തർക്കും പ്രത്യേക രീതിയിലാണ്. എങ്കിലും അതിനെ ഒരു സയന്റിഫിക് വേൾഡ് അതിനെക്കുറിച്ച്, മൈക്രോബയോളജിക്കൽ വേൾഡ് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു 600 കോടി തൊട്ട് 1000 കോടി എന്നാണ്. അയ്യോ, അത് ഒരു 250 തൊട്ട് 10,000 സ്പീഷീസിൽ പെട്ടതാണ്. അത്രയും എണ്ണമാണുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അതിൽ നല്ലൊരു ശതമാനം, ഏകദേശം 30% കൂടുതൽ വരുന്നവ ബെനിഫിഷ്യൽ ആയിട്ടുള്ളവ, നമുക്ക് ആവശ്യമുള്ളതാണ്. അവയാണ് നമ്മുടെ ഉമിനീരിനകത്തുകൂടി അകത്തേക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് എൻസൈമുകളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എഡിനോറ എന്ന് പറയുന്നത് മറ്റ് കൺവെൻഷണൽ ടൂത്ത് പേസ്റ്റിലുള്ള ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാണ്ട് ഹെർബൽ പൗഡേഴ്സും ബൊട്ടാണിക്കൽ ഓയിൽസും വിർജിൻ കോക്കനട്ട് ഓയിൽസ്, കാശ്മീരി ഹണി ഇവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. എല്ലാ സയൻറ്റിഫിക് ടെസ്റ്റുകളും കഴിഞ്ഞൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആകെപ്പാടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ചൊരു വില കൂടുതലാണ്. പക്ഷേ നമ്മൾ എന്തോരം പൈസ അനാവശ്യമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 1-2 രൂപ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഒഴിവാക്കിയാൽ മതി. അതുകൊണ്ട് ഇതിന് ഒരു എക്സ്പെൻസീവായൊരു പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആൾക്കാരുടെ അജ്ഞത അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു പ്രവണത, ഇതൊക്കെയാണ് പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ 90 ഗ്രാമാണ്. പക്ഷേ 100 ഗ്രാമിൻ്റെ ട്യൂബിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി മറ്റ് ടൂത്ത് പേസ്റ്റുകളെക്കാളും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ വോളിയം ആൻഡ് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അളവ് കൂടുതലും വെയിറ്റ് കുറവുമാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു 100-120 ദിവസം വരെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ. ഈ ടൂത്ത് പേസ്റ്റിന് പത വേണമെന്നുള്ളൊരു ഇത് വന്നുപോയി. എനിക്കറിയില്ല ഈ പത എന്ത് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു തുണി കഴുകുമ്പോൾ ശരി, അതിന് പത വേണം. ഓക്കെ, കാരണം തുണിയുടെ ആ ചെറിയ ഫൈബറിനകത്തേക്ക് ഇറങ്ങി ആ അഴുക്ക് നീക്കണമെങ്കിൽ പത വേണം. നമ്മുടെ വാക്യകത്ത് അവിടെ എന്താ ഉള്ളത്? പിന്നെ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ പല്ലിന് ഇടയ്ക്ക് പോയിട്ട് ക്ലീൻ ആകുമെന്നാണ്. അത് അട്ടർ നോൺസെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 90% പേർക്ക് ദന്തരോഗം വരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നീം ടൂത്ത് ബ്രഷാണ്. അതായത് നീം വുഡിൽ നമ്മൾ ചാർക്കോയിൽ ഇൻഫ്യൂസ് ചെയ്ത ബ്രിസിൽ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റാണ്. ഇപ്പം നമ്മൾ പല്ലിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് മോഷനിൽ ഇവിടെ ക്ലീൻ ചെയ്യും, തിരിച്ചും ക്ലീൻ ചെയ്യും, ഇവിടെ ചെയ്യും. ഈ പല്ലിന് 5 വശമുണ്ടേ, 3 വശം ഇപ്പം ക്ലീൻ ആവുന്നുള്ളൂ. ഈ 2 വശമാണ് പ്രശ്നം, മനസ്സിലായല്ലേ? അപ്പം നമ്മൾ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഡെന്റൽ ഫ്ലോസ് ഹോൾഡറാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ഹാൻഡിയും ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു ഡെന്റൽ ഫ്ലോസ് ഇതുവരെ ഇല്ല. എഡിനോറ ഇപ്പം നിർമ്മിച്ചിരിക്കുന്നതാണ്. ഞാനിത് കഴിഞ്ഞ 35 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കിതിനെക്കുറിച്ച് കാര്യമായ ബോധമൊന്നും പണ്ടില്ലായിരുന്നു. ഞാൻ സാധാരണ പേസ്റ്റും സാധനവും ഉപയോഗിച്ച് എൻ്റെ പല്ല് ഒരുപാടെണ്ണം കേടായി. എനിക്ക് മോണരോഗത്തിലേക്ക് ഞാൻ എത്തി. അതിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത്. ഇന്ന് എൻ്റെ ഒരു പല്ലിനും ഒരു കേടും ഇല്ലാണ്ട് 32 പല്ലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് PTFE മെറ്റീരിയലുള്ള നല്ല ഒരു മെറ്റീരിയലുണ്ട്. വളരെ നല്ല മെറ്റീരിയലാണ്. ഏകദേശം ഈ നീളം നമ്മളിങ്ങനെ ഇവിടെ മുറിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. മുറിച്ചെടുത്തിട്ട് നമുക്കിതാ ഇവിടെ ഒരു ചെറിയ നോബുണ്ട്. ഇതിലിങ്ങനെ കെട്ടുക. ഇതിനൊന്നും വലിയ സമയമൊന്നും വേണ്ട. ഇതാ ഇങ്ങനെ പിടിക്കുക, ഇതിനെ ഒന്ന് ഇവിടെ പിടിക്കുക. ഓക്കെ, റെഡി ടു യൂസ്. ഓക്കെ, നമ്മുടെ ഈ പല്ലുകളുടെ ഈ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം.
അപ്പോൾ എല്ലാ പല്ലിൻ്റെ ഇടയും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മിനിമം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 99% നമ്മുടെ പല്ല് ക്ലീനായി. നമുക്ക് ഒരു അസുഖം വരില്ല, നമുക്ക് അസുഖങ്ങളെ മാറ്റി നിർത്താം. അതായത് പല്ല് ക്ലീൻ ചെയ്യാത്ത വിധത്തിലുള്ള, പല്ലിനൊക്കെ അസുഖം വരുന്നതിന് വേറെയും കാരണങ്ങളുണ്ട്. ജനിതകമായ കാരണങ്ങളുണ്ടാവാം, ഉപയോഗിക്കുന്ന ഫുഡിൽ നിന്നുണ്ടാവാം, കാൽസ്യം ഡിഫിഷ്യൻസി കൊണ്ടുണ്ടാവാം, വെയിൽ കൊള്ളാത്തത് കൊണ്ട് കാൽസ്യം കിട്ടില്ല, അങ്ങനെയൊക്കെ വരാം. പക്ഷേ പല്ലെല്ലാം ക്ലീൻ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണ്. അല്ല, അതിനെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഡെന്റൽ ഫ്ലോസിങ് എല്ലാവരും ശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സംഗതികളും എഡിനോറയിലുണ്ട്. ഇപ്പോൾ ഈ ബ്രഷിംഗ് രീതിയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എഡിനോർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ബ്രഷിംഗ് രീതി ഉണ്ടോ നമ്മൾ ചെയ്യണതിൽ? യെസ്. നോക്കൂ, നമുക്കിവിടെ ഒരു വേദന വന്നു. അപ്പോൾ നമ്മൾ ശകലം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്താൽ എന്തായിരിക്കും സംഭവം? നമുക്കിവിടെ കൂടുതൽ രക്തയോട്ടം ഉണ്ടാവും, ആ വേദന നമുക്ക് മാറിപ്പോൾ റിലീഫ് കിട്ടും. അപ്പോൾ നമ്മുടെ മോണ വായ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ മുഴുവൻ ഇന്ധനവും ഇതിനകത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ മോണയിലാണ് നമ്മുടെ പല്ല് എല്ലിൽ നിന്ന് വന്ന് ആ മോണയും കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ മോണയിലെ സെൽസിൻ്റെ ഡിവിഷൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അതിന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പേസ്റ്റിനകത്ത് അതിനനുസരിച്ചുള്ള നാച്ചുറൽ ഫ്ലേവനോയിഡ്സുകളുണ്ട്. അപ്പോൾ നാച്ചുറൽ ഫ്ലേവനോയിഡ്സ് കൊണ്ട് നമുക്ക് വിരൽ കൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു രക്തഓട്ടം കൂടുകയും അതിനൊരു പ്രത്യേക ഗുണം ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് റൗണ്ട് മോഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ മേലത്തെ വായിൽ മേലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് അത് ക്ലീൻ ചെയ്തു. അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി ആരും ചെയ്യാത്തതും എന്നാൽ 10 മിനിറ്റ് സമയം വേണം ഇതിന്. ഇതൊക്കെ ഒരു ഈസി കേസൊന്നും അല്ല. പക്ഷേ ഈ 10 മിനിറ്റ് മൊബൈൽ തോണ്ടക്കത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ മുഴുകുന്നത് ഒഴിവാക്കിയിട്ട് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. നന്നായി തുറന്ന് പുഞ്ചിരിക്കുക, നന്നായി പുറന്ന് ചിന്തിരിക്കാൻ മാത്രമല്ല നല്ല ആരോഗ്യത്തോടു കൂടി ചിരിക്കുക. വെറ്റിനറിയിൽ 3 പ്രോഡക്റ്റ് അല്ല, ടൂത്ത് പേസ്റ്റിൽ 3 പ്രോഡക്റ്റ്, പിന്നെ ഡെന്റൽ ഫ്ലോസ്, നീം ടൂത്ത് ബ്രഷ്, ഡെന്റൽ ഫ്ലോസ് ഹോൾഡർ, അങ്ങനെ വായിക്കകത്തുള്ള കളിയുള്ളൂ. വായിക്കകത്തുള്ള കളിയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ ചെയ്യൂല. നമ്മൾ വേറെ ചെയ്യൂല. നമ്മൾ ഓറൽ കെയറിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. കാരണം ഓറൽ കെയർ ഈസ് ദ ഓവറോൾ ഹെൽത്ത്. ഓറൽ ഹെൽത്ത് ഈസ് ദ ഓവറോൾ ഹെൽത്ത്. നിങ്ങൾക്ക് വായയ്ക്ക് അസുഖമൊന്നും ഇല്ലേ, നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ വരുന്നത് 95% ഒഴിവാകും. ബാക്കി 5% ജനറ്റിക്കൽ മറ്റ് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കാർസിനോജൻ കടക്കില്ല എന്നൊന്നും ഈ എഡിനോറ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. എല്ലാം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓപ്പൺ ആയിട്ട് പറയുന്നത്, അല്ലാതൊരു നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ അതല്ല ഇവിടെ പറയുന്നത്. അവയർനെസ് ആണ് ഞാൻ ഈ സംസാരിച്ചതിലൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഈ കാണുന്ന ആളുകൾക്കും കിട്ടുക. അപ്പം നമ്മളെ കിഡ്സിൻ്റെ പ്രൊഡക്റ്റ് ഇല്ലേ, അതിന് നന്നായി നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഈ പല ഫ്ലേവേഴ്സിലാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക. ഇതിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതിൽ യാതൊരു ഫ്ലേവറും ഇല്ല. ഈ പറയുന്ന ഹെർബൽ പൗഡേഴ്സും എസെൻഷ്യൽ ഓയിലും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ധാവണ, ഒറിഗാനോ, 1 കിലോ ധാവണയുടെ ഒറിജിനൽ എസെൻഷ്യൽ ഓയിലിൻ്റെ വില 35,000 തൊട്ട് 55,000 സീസണിൽ പോകുന്ന വിലയുള്ള സാധനമാണ്. അതുപോലെ ഒറിഗാനോയും നല്ല എക്സ്പെൻസ് ഉള്ളതാണ്. അതിനൊരു ചെറിയ ഒരു ചോക്ലേറ്റി സ്മെല്ല് വരും. പക്ഷേ ഇതിൻ്റെ ഓവറോൾ യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു ചവനപ്രാശം അതുപോലെ ഒരു ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്ന കണക്കായിരിക്കും. അപ്പോൾ കുട്ടികൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഈ സ്ട്രോബെറി അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് റിജക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാതാപിതാക്കളുടെ ജോലിയാണ്. ഒന്നുകിൽ ആദ്യമേ കുട്ടിക്ക് എഡിനോറ കൊടുത്ത് ശീലിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നേരത്തെ ഒരു കുട്ടി പറഞ്ഞില്ലേ, അത് മറ്റൊരു പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ കുട്ടി എന്താ പറഞ്ഞത്? അത് അതിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞാണ്, അതിനാരും പറഞ്ഞു പഠിപ്പിച്ച് പറഞ്ഞതല്ല. മനസ്സിലായി? അത് ഒരു കുട്ടിയല്ല, നമ്മൾക്ക് അത് കണക്ക് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളുമുണ്ട്, പ്രായമായവരുമുണ്ട്. അപ്പൊ അവരത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാല് പ്രോപ്പർലി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? പ്രോജക്റ്റ് ചിലപ്പോ അതങ്ങ് വയ്ക്കോളും, അത് കുഴപ്പമില്ല. നല്ല പ്രോഡക്റ്റിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എഡിനോറെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോ അപ്പൊ അത് ഉപയോഗിച്ച ഒരാളെ കിട്ടിയിട്ടുണ്ട്. എന്താ മോളുടെ പേര്? നജ ഫാത്തിമ. കിഡ്സ് അല്ലേ ഉപയോഗിക്കുന്നത്? കിഡ്സിന്റെ എത്ര നാളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? 2 years ആയോ? അത് ശരി. അതിന് മുമ്പ് എന്തായിരുന്നു പ്രോബ്ലം? ഇപ്പൊ എങ്ങനെയുണ്ട്? മുമ്പ് പൊട്ടുമായിരുന്നു മോണേക്കാ. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ?
അങ്ങനെയല്ലേ? ഇപ്പം അടിപൊളിയാണ്. ഇത് പതയൊന്നും ഉണ്ടാവത്തില്ല. ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പുളിപ്പ് പോലെ തോന്നും, പിന്നെ 2-3 ദിവസം ഉപയോഗിക്കുമ്പോൾ അത് ഓക്കെ. അപ്പോൾ ഒരു കുട്ടിനെ കിട്ടി, ഇപ്പൊ ഒരു വലിയ ആളിനെ കിട്ടി. വലിയ ആളല്ല, ഡോക്ടർ തന്നെയാണ്. എന്താ പേര്? എൻ്റെ പേര് ധന്യലക്ഷ്മി. ധന്യലക്ഷ്മി. സാർ ഈ ടൂത്ത് പേസ്റ്റിന്റെ തുടക്കം തൊട്ട് തന്നെ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഓരോ കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യുന്നതിനെല്ലാം നമ്മുടെ അടുത്ത് വരും. ഇതിനൊരു ഗുണം നമ്മുടെ ശരീരത്തിനുള്ള ഹെൽത്ത്, അതേപോലെ തന്നെ അത് മറ്റേ നമ്മുടെ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട് നമ്മുടെ വൈകി നാച്ചുറൽ, അതൊന്നും ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ് ഉണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽസ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ കമ്പോണൻസ് നമുക്ക് തന്നെ സൈറ്റിൽ പോയാൽ സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടൂത്ത് പേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രോഡക്റ്റ് വൈസ് ടർമറിക്, മഞ്ഞള്, സിനമൺ, അങ്ങനത്തെ പിന്നെ അലോവേര, ഹണി, ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്നതാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു റിവ്യൂ എടുക്കാൻ പോകുമ്പോഴേ മൂർക്കം പാമ്പിനാണല്ലോ കടിച്ചത് ദൈവമേ എന്ന് പറഞ്ഞ പോലെ സത്യം പറഞ്ഞത്. സാധാരണ ഇവിടെ വന്ന് വായിക്കാവുന്ന ഒരാളായിട്ടാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ ഇപ്പം കൺവീനിയൻസ് എല്ലാവർക്കും. അപ്പം ഞങ്ങൾക്കിവിടെ ആക്റ്റീവായിട്ടുള്ളൊരു കസ്റ്റമർ കെയർ ടീമുണ്ട്. ഒരു 10 മെമ്പേഴ്സോട് ടീമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഈ 9645380012 എന്നുള്ള നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പേസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ നമുക്ക് www.edinora.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഇന്ത്യ പോസ്റ്റുമായിട്ടാണ് ടൈപ്പ് ഉള്ളത്. ഇന്ത്യ പോസ്റ്റ് ഡെയിലി 2 നേരം, രാവിലെയും വൈകിട്ടുമായിട്ട് 2 നേരം വന്നിട്ടാണ് ഇവിടുന്ന് ഓർഡർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ജിയോ മാർട്ടിലും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ എനിവേർ അക്രോസ് ഇന്ത്യ നമുക്ക് സാധനം എത്തിക്കാനുള്ള ഫെസിലിറ്റി ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്തോട്ട് ചിലർ ചോദിക്കുന്നുണ്ട് പ്രോഡക്റ്റ്സ്. നമുക്കിപ്പോൾ ഒരു സിംഗപ്പൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ എത്തിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ഇന്നിവിടുന്ന് പോകാൻ റെഡി ആയിട്ടാണ് പ്രോഡക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ UAE-യിലും നമുക്ക് ഓൾറെഡി UAE-യിൽ അത്യാവശ്യം ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ട് പോകുന്നവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാധനം ഒന്നെങ്കിൽ ആരെങ്കിലും പോകുമ്പോൾ അവർ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്ത്യ പോസ്റ്റ് വഴി തന്നെ കൊറിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. UAE, ശ്രീലങ്ക, പിന്നെ ജർമ്മനി, അങ്ങനെ 1-2 ടീമുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവിടെയുള്ളവർക്കും ഇത് കിട്ടും. അതെ. ഇതൊന്നും അല്ലാണ്ട് നമുക്കിവിടെ ഒരു സർജൻ ഉണ്ട്. അതായത് നമ്മുടെ അവയർനെസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു സ്പെഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു സർജൻ ഉണ്ട്. ഡെന്റൽ ഓറൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിന്റെ അവയർനെസ് കൊടുക്കുന്ന ആ ഒരു സർവീസ് ഇവിടെ. അതുകൊണ്ട് പൊതുവെ നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് അങ്ങനെ നമ്മൾ കേട്ടിരുന്നു പോയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സാറ് പ്രഭാരേട്ടൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്നു പോവാണ്. ഞാൻ തീരുമാനിച്ചിട്ടോ ഇത് ഉപയോഗിക്കാൻ. കാരണം കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് എനിക്ക് ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്തത് ഇതിൻ്റെ പാക്കിംഗ് ആണ്. ഭയങ്കര ക്വാളിറ്റി പാക്കിങ്. പിന്നെ രണ്ടാമതൊരു പോയിന്റ് എനിക്ക് വന്നത്, എപ്പോഴും ഒരു ബിസിനസ്സുകാരെ അവരെ ആകർഷിപ്പിക്കാനാണ് ശ്രമിക്കുക. സാറ് പറഞ്ഞത് ഇതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, അവർ റിജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. കാരണം എന്നിട്ടത് അവരെ മാതാപിതാക്കൾ ഉപയോഗിപ്പിക്കണം, അത്രയും കോൺഫിഡൻസിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നാട്ടുകാർ അറിയണം എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ്. പിന്നെ ആ കുട്ടി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ.